വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ 2026 അധ്യയന വർഷത്തിന് തുടക്കമായി. ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലത്തിന്റെ സാഹചര്യങ്ങളും സാധ്യതകളും കൃത്യമായി മനസ്സിലാക്കി വിദ്യാർത്ഥികൾ മുന്നേറണമെന്ന് അദ്ദേഹം പറഞ്ഞു. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ 2026-30 അധ്യയന വർഷത്തെ ബി.ടെക് ബാച്ചുകളുടെയും ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ബാച്ചിന്റെയും അധ്യയന വർഷം ആരംഭിച്ചു. പ്രാരംഭ ചടങ്ങുകളുടെ ഉദ്ഘാടനം കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. ഇപ്പോൾ ഏറെ സ്വാധീനിക്കുന്ന കാര്യമുണ്ട്, നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, മീഡിയ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, കുറേ സാധനങ്ങളുണ്ട്. ഇതിൽ നിങ്ങൾ ഒഴുകിക്കഴിഞ്ഞ് അടിമകളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഡിസ്റ്റർബ്ഡ് ആകരുത്. നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കണം. സെൽഫ് ഡിസിപ്ലിൻ അതില്ലാത്തവർക്ക് ജയിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ തുഫാൻ അല്ലേ, ലഹരി വസ്തുക്കൾ സുലഭമാണ്, പല സ്ഥലങ്ങളിലും കിട്ടും. നമ്മളെ ആകർഷിക്കുന്ന രീതിയിൽ അത് നമ്മുടെ കയ്യിലേക്ക് വരും. കൂട്ടുകാർ കൊണ്ടുവരാം, നാട്ടുകാർ കൊണ്ടുവരാം, പല രീതി വരാം. നിങ്ങൾ അത് ഉപയോഗിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ബുദ്ധിയും നശിക്കും, ഓർമ്മയും നശിക്കും, നിങ്ങളുടെ ജീവിതവും നഷ്ടമായി തീരും. മാതാപിതാക്കന്മാരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കളെ കുറിച്ച് കരുതലുണ്ടാകണം. നല്ലൊരു സ്ഥാനത്ത് നിങ്ങൾ പഠിക്കുവാനായിട്ട് അവരെ കൊണ്ടുവന്നിരിക്കുന്നു. അവരുടെ പഠനത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. കാരണം മക്കളാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ മക്കളെ നല്ല രീതിയിൽ വളർത്തിയാൽ സന്തോഷിക്കാൻ പറ്റും വാർദ്ധക്യത്തിൽ. അതുകൊണ്ട് ഈ നല്ലൊരു കോളേജിലേക്ക് പ്രവേശനം കിട്ടിയതിനെ സന്തോഷിക്കണം. അതോടൊപ്പം തന്നെ മാതാപിതാക്കന്മാരെ ഇവരോടൊപ്പം ഇവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോകണം. സാങ്കേതിക വിദ്യയിലും നൂതന ആശയങ്ങളിലും അതിവേഗ മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടത്തിൽ അറിവിനൊപ്പം മൂല്യബോധവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തിയെടുക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം മനുഷ്യസ്നേഹവും മൂല്യബോധവും കാത്തുസൂക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. പള്ളിക്കൂടത്തിൽ പഠിച്ചത് സിലബസ് അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ വരുമ്പോൾ ഉത്തരം കിട്ടുന്നതെല്ലാം മാർക്കാണ്. അതിനൊരു മാർക്കല്ല ഇവിടെ പഠിപ്പിക്കുക. ആ മാർക്ക് കിട്ടാൻ വേണ്ടിയല്ല പഠിപ്പിക്കുക. സിലബസ് ഉണ്ട്, തിയറി ഉണ്ട്, ഒപ്പം ടെസ്റ്റ് ചെയ്യാൻ ലാബുകളുണ്ട്. എൻ്റെ അറിവുകൾ ശരിയായിട്ടാണ് പോകുന്നത് ടെസ്റ്റ് ചെയ്യാനുള്ള ഇടത്തിൻ്റെ പേരാണ് ലാബ്. അതുകൊണ്ടാകുന്ന എല്ലാ തോൽവികളും എങ്ങനെയാണ് ഞാൻ ഇനി മാറ്റിപ്പിടിക്കേണ്ടതിൻ്റെ സൂചനകളാണ്. നീ എത്രമാത്രം വിജയത്തിലേക്ക് അടുത്തിരിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ്. എത്രയും കൂടെ ശ്രമിച്ചാൽ ഞാൻ വിജയത്തിൽ എത്തുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെ ഹാൻഡ്സ് ഓൺ പ്രോഗ്രാമുകളും സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളും അസൈൻമെൻറ്റുകളും ലാബ് പരിശീലനങ്ങളും എല്ലാം നിങ്ങളെ സയന്റിസ്റ്റുകളാക്കുകയാണ്, എഞ്ചിനീയേഴ്സാക്കുകയാണ്. ഡയറക്ടർ ഡോക്ടർ പോൾ പാറത്താഴം സ്വാഗതം ആശംസിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ നവീൻ ജേക്കബ്, വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു, PTA പ്രസിഡന്റ് രാജീവ് ജോസ്, PTA പ്രതിനിധി ബിനോയ് ജോസഫ് എന്നിവർ സംസാരിച്ചു. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ച വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കോളേജിലെ അക്കാദമിക സൗകര്യങ്ങൾ, വിവിധ പഠന വിഭാഗങ്ങൾ, പരിശീലന പരിപാടികൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ള വിവിധ അവസരങ്ങൾ എന്നിവയെക്കുറിച്ച് ചടങ്ങിൽ വിശദീകരിച്ചു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ, ഇൻഫർമേഷൻ ടെക്നോളജി, ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലെ പുതിയതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ജീവനക്കാരുമടക്കം 2000-ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.